ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന റിസൾട്ട് നിങ്ങളൊന്ന് കാണേണ്ട റിസൾട്ടാണ്. എൻഡ് വരെ കാണുക, ഞെട്ടിപ്പോവും. മുടി എങ്ങനെയെങ്കിലും വരിക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതല്ല ഹെയർ ട്രാൻസ്പ്ലാന്റ്. അതായത് എവിടെയെങ്കിലും കഷണ്ടി ഉണ്ട്, കുറച്ച് ഗ്രാഫ്റ്റ് എടുത്ത് ഇവിടെ പ്ലാന്റ് ചെയ്യാം, എങ്ങനെയെങ്കിലും ഹെയർ ലൈൻ വരയ്ക്കുക എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇന്നത്തെ റിസൾട്ട്, ഇതിൻ്റെ പേര് അരുൺ എന്നാണ്, സ്വദേശം തിരുവനന്തപുരത്താണ്. സർജറി ചെയ്തിരിക്കുന്നതും തിരുവനന്തപുരത്തെ ക്ലിനിക്കിലാണ്. ഓക്കെ, എന്നെ മുമ്പേ കോൺടാക്ട് ചെയ്ത് 2022 തന്നെ കോൺടാക്ട് ചെയ്ത ഒരാളാണ്. ഞാൻ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കാം വാട്സപ്പിൽ. പക്ഷേ സർജറി ചെയ്തത് 2025 3 വർഷം എടുത്തു. 3 വർഷം വരെ ചെറിയ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ വലിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തതുകൊണ്ട് ഫെബ്രുവരി 2025 ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഒന്ന് കാണിക്കാം. നോക്കിയേ, ഫ്രണ്ട് ഹെയർ ലൈൻ കറക്ഷൻ ചെയ്തു ആൻഡ് ക്രൗൺ ഹെയർ നല്ല ഡെൻസിറ്റിയിൽ വെച്ചിട്ടുണ്ട്. കാരണം ഈ കേസ് ഇത്ര ഈസി അല്ല, കാരണം ക്രൗൺ ഏരിയയോട് ചെയ്യേണ്ട കേസാണ്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ക്രൗൺ ഏരിയ സർജറി റിസൾട്ട് വരുന്നില്ലേ, ക്രൗൺ ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ടോ എന്നാൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസർ കൂടിയാണ് ഈ ഒരു റിസൾട്ട്. ആൻഡ് ഫ്രണ്ട് ഹെയർ ലൈൻ ഒരു 1.5 ഫിംഗർ വരെ താഴോട്ട് ഇറക്കിയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു എഷ്യൂറൻസ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ 100% ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ പറയും ആദ്യത്തെ വ്യക്തിയും ഈ വ്യക്തി തമ്മിൽ ആ വ്യക്തി തന്നെയല്ല, ഇത് വേറെ ആളെന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കുക, അങ്ങനെ പറയുക എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ടിൻ്റെ സക്സസ് എന്നുള്ളത്. കാരണം അത്രയും ഭംഗിയിൽ, അത്രയും ഡെൻസിറ്റിയിൽ ഒരു വ്യക്തി തന്നെ മാറിപ്പോകുന്ന രീതിയിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഡെൻസിറ്റി കിട്ടുമോ അല്ലെങ്കിൽ റിസൾട്ട് ഇത്രത്തോളം വരുമോ, പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ എൻ്റെ പഴയ ഫോട്ടോസ് കാണിക്കാൻ നോക്കിയേ, ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയാണ്. ഈ വ്യക്തി തന്നെയാണോ ഞാൻ എന്ന് ഒരിക്കലും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അത്രത്തോളം അമേസിങ് ചേഞ്ചാണ് എനിക്ക് വന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ 2019 എൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് ചെയ്യുന്നത്. എൻ്റെ ഡോണർ ഏരിയ അത്ര സ്ട്രോങ് ആയിരുന്നില്ല, ബട്ട് ഇല്ല, മുടിയുടെ ക്വാളിറ്റി നല്ലതായിരുന്നു. 2 സെക്ഷനായിട്ടാണ് ഞാൻ സർജറി ചെയ്തത്. ഇപ്പോൾ ചെയ്തത് ഏകദേശം 6.5 വർഷത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റ് റിസൾട്ട് എൻ്റെ തലയിൽ കാണുക. കാരണം മുടി വരുമ്പോൾ തന്നെ ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ വലിയൊരു മാറ്റം വരും. വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. അങ്ങനെ അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് പല രീതിയിൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഹെയർ ലൈൻ മാത്രം പോയിട്ട് അതിന് മാത്രം ചെയ്യാം. നിങ്ങൾക്ക് ക്രൗൺ ഏരിയയിൽ ചെറിയൊരു പോർഷൻ മാത്രം പോയി അവ മാത്രം ചെയ്യാം. നിങ്ങൾ സൈഡ് ലോക്ക് ശരിയില്ല, സൈഡ് ലോക്ക് ശരിയാക്കി എടുക്കാം. നിങ്ങൾക്ക് മീശയിൽ കട്ടി കുറവാം, മീശയുടെ കട്ടി കൂട്ടുക ട്രാൻസ്പ്ലാന്റിലൂടെ. ബിയേഡിൽ പ്രശ്നമുണ്ട്, ബിയേഡ് കട്ടി കുറവാം, ബിയേഡ് കൂട്ടാം. നിങ്ങൾക്ക് ഐബ്രോൻ്റെ പ്രോബ്ലം ഉണ്ട്, ഐബ്രോ കട്ടി കൂട്ടാം. നമ്മൾ ഈ ഗ്രാഫ്റ്റ് എന്നുള്ളത് നമ്മളെ തലയുടെ ബാക്ക് സൈഡിൽ നിന്നോ വീടിൽ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ആ സംഭവം എവിടെയാണ് വെക്കുക അവിടെ വളരും. അപ്പം ഈ സംഭവം എടുക്കുന്നു, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് സക്സസ്. അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഹെയർ ലൈനും അതിൻ്റെ ആംഗുലേഷനും അതിലുപയോഗിക്കുന്ന ടൂളും ആ സർജറി ചെയ്യുന്ന ടീമിൻ്റെ സ്കില്ലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ വെറുതെ സർജറി ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഒരിക്കലും ചെയ്യരുത്. പല ഡോക്ടർമാരും പല ആൾക്കാരെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊളാക്കിയ കാര്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഒരുപാട് ആക്ടർമാർ, നല്ല അതായത് ടോപ്പ് നിൽക്കുന്ന ഓഫീസേഴ്സ്, പല ആൾക്കാരും ഈ ഫസ്റ്റ് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ എത്രയോ പേർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് കറക്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളുടെ നൂബിൻ ജോണി, അദ്ദേഹം ഒരു പ്രസക്ത ക്ലിനിക്കൽ സർജറി ചെയ്തതാണ്, പക്ഷേ ഫെയിലായി. വെറും ഹെയർ ലൈൻ മാത്രം സർജറി, ആ ഹെയർ ലൈൻ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. ഡോണർ നല്ല ഡോണറായിരുന്നു, പക്ഷേ ചെയ്ത ഹെയർ ഡെൻസിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ കുറേ എണ്ണമുണ്ട്. എന്തായാലും നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഹെയർ ലൈൻ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കൽ ചെയ്യുക. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് റിയൽ ടൈം സഫയർ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. സഫയർ ഉപയോഗിച്ച് എത്ര ഡെൻസിറ്റി വരുന്ന ഈ റിസൾട്ട് കാണുമ്പോൾ അറിയാം. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാൻ പോവാണ്. സീ ദ റിസൾട്ട്സ്, സീ ദ ആംഗുലേഷൻ, സീ ദ ഡെൻസിറ്റി. അദ്ദേഹം ലോങ് ഹെയർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈസ് വെരി ഹാപ്പി. പല ആൾക്കാരും ഉണ്ട്, കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാരും, ചില ആൾക്കാർ റിസൾട്ട്സ് ഷെയർ ചെയ്യില്ല, ചില ആൾക്കാർ വീഡിയോ ചെയ്യാൻ സമ്മതിക്കില്ല, ചില ആൾക്കാർ വീഡിയോ മാസ്ക് ചെയ്യണമെന്ന് പറയും. ഇദ്ദേഹം പറഞ്ഞ് എൻ്റെ വീഡിയോ ചെയ്തോളൂ എന്നാണ്. കാരണം അത്രയും ഹാപ്പിയാണ്. കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നൊരു ചാനൽ കണ്ടുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തതും അതിൻ്റെ റിസൾട്ട് കണ്ടു. അതിന് നന്ദി അദ്ദേഹം അറിയിച്ചു. എന്തായാലും അദ്ദേഹത്തിന് കൂടെ ഇരുന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ ട്രിവാൻഡ്രത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിന്ന് വീഡിയോ ചെയ്യുക. ഈ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. നിങ്ങളുടേതായ ഒരു ജെന്യൂൻ ഫീഡ്ബാക്ക് അറിയിക്കുക. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, യൂട്യൂബ് പേജുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്, ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ തന്നെ മെഡിസിൻ കൊണ്ട് മാത്രം റിസൾട്ട്സ് വരുന്ന ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോസ് വരുന്നുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അതേപോലെ ഒരുപാട് സെലിബ്രിറ്റി ആൾക്കാർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനുണ്ട്. അങ്ങനെ പല വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഹെയർ ട്രാൻസ് സഫാരി എന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.